വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ശക്തമാവുകയാണ്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴുവൻ ആശാ വർക്കർമാരും പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കും. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട ആശാ വർക്കർമാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും ചെയ്യുന്നുണ്ട്. ശക്തമായി തുടരുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10-ാം തീയതി ഇവിടെ വന്നത്. 10-ാം തീയതി മുതൽ നമ്മൾ സമരം ആരംഭിച്ചത്. എന്തായാലും 20-ാം തീയതി കേരളത്തിലെ പരമാവധി ആശമാർ ഇവിടെ വരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. 20-ാം തീയതി വന്നു കഴിഞ്ഞാൽ ആശമാർ തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഇരിക്കാൻ തയ്യാറായി. കേരളത്തിൽ മുഴുവൻ പണിമുടക്കാണ് 20-ാം തീയതി മുതൽ. മൊത്തം എല്ലാ ജില്ലകളിലും പണിമുടക്ക് കൊണ്ട് 20-ാം തീയതി മുതൽ സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് പോയിക്കൊണ്ട് വരുന്ന ആശമാർ ഇവിടെ ഇരിക്കും, പോകില്ല. നമ്മൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോടല്ലേ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, അദ്ദേഹം ആലോചിച്ച് തീരുമാനം അറിയിക്കട്ടെ. നമ്മളെ തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇവരെ കാലാൾപ്പട എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മൈലുകൾ താണ്ടി നടന്ന് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയും നമ്മുടെ വിവരങ്ങളൊക്കെ സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വലിയ ശ്രേഷ്ഠമായ പുണ്യപ്രവൃത്തി ചെയ്ത ഒരു സമൂഹത്തെയാണ് നമ്മൾ അവഗണിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ, എല്ലാ രംഗത്തും 1-ാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന, പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് 1-ാം സ്ഥാനം എന്ന് അഭിമാനിക്കുന്ന നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 1-ാം സ്ഥാനത്താണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒത്തിരി പുറകോട്ട് പോയി എന്നാണ് എന്റെ പക്ഷം. പക്ഷെ എന്നെങ്കിലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ അടിത്തട്ടിന്റെ ബലത്തിലാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. തീർച്ചയായും ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ആണ് ഇപ്പോൾ സംസാരിച്ചത്. വിവരങ്ങളുമായി AV ജയശങ്കർ ആണ് ചേരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്. ജയശങ്കർ, എന്നിപ്പോൾ കൂടുതൽ പിന്തുണയുമായി ഈ സെക്രട്ടേറിയറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്, കൂടുതൽ ആശാ വർക്കേഴ്സ് എത്തുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും ഇവർ പരാതി അറിയിച്ചിട്ടുണ്ട്. ഇതിലൊരു ഇടപെടൽ എപ്പോഴും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ജയശങ്കർ. അതായത് പ്രഭിത, ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അതിശക്തമായി തുടരുകയാണ്. ഇന്ന് 9-ാം ദിവസമാണ് സമരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ പ്രവർത്തകർ ഇന്ന് എന്തായാലും സമരമുഖത്തെത്തിയിട്ടുണ്ട്. 20-ാം തീയതി ആശാ വർക്കേഴ്സിന് സംഘടിപ്പിച്ചൊരു മഹാസംഗമമാണ് ഇവർ ആലോചിക്കുന്നത്. ആ സംഗമത്തിനെത്തുന്ന വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ തന്നെ തുടരും. തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നവരെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തുടരാൻ തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ തീരുമാനം. ഈ പകൽ സമയത്ത് വലിയ ചൂടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനുഭവപ്പെടുന്നത്. രാത്രി സമയത്ത് അതുപോലെ തണുപ്പുമാണ്. ഈ പ്രതികൂല കാലാവസ്ഥകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്നത്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ഉൾപ്പെടെ വലിയ തോതിൽ ഈ ആരോഗ്യ സർവേയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയ സ്ത്രീകളാണിവർ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലെന്നുൾപ്പെടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ വിശേഷിപ്പിച്ച ആളുകളാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ട സാഹചര്യം വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ ഇവർക്കുണ്ട്. അത്തരത്തിലാണ് ഇവർ ഈ നിവേദനവും മറ്റും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം നൽകിയത്. എന്തായാലും ആരോഗ്യമന്ത്രി ഇവരെ ഏകദേശം കൈയൊഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടലൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ മന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. ഇന്നെന്തായാലും സമരപ്പന്തലിലെത്തിയ ഗീവർഗീസ് മാർ കുറിലോസ, അദ്ദേഹം ഈ സമരക്കാർക്ക് അനുകൂലമായി സംസാരിച്ചു. സർക്കാരിനെതിരെ അദ്ദേഹം വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. എന്തായാലും ഒരു സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ സമരക്കാർക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ കക്ഷികളും വരും ദിവസങ്ങളിൽ ഈ സമരങ്ങളുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ പരസ്യ പിന്തുണയുമായി എത്തും. എന്തായാലും ഈ സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മിനിച്ചേച്ചി നമ്മോടൊപ്പം ഉണ്ട്. ഈ സർക്കാർ ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല, നിങ്ങളിവിടെ ഉണ്ട് എന്ന് പോലും സർക്കാർ കണ്ടിട്ടില്ല. ഇല്ല, സർക്കാർ അങ്ങനെ ഒരു കാര്യമേ കണ്ടിട്ടില്ല. ഒരു തരത്തിലുള്ള ഒരു നീക്കവും നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, മറുവശത്തായിട്ട് അവർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 13,200 രൂപ ആശാ വർക്കർക്ക് പ്രതിമാസം നൽകുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറയുകയുണ്ട്. പക്ഷേ ഇതാണ്ട് ഞങ്ങളുടെ രേഖകൾ എടുത്തു വെച്ചിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഓണറേറിയം കിട്ടുന്നതിൻ്റെ ഓഗസ്റ്റ് മാസത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ആർക്കാണുള്ളത്? ഒരാൾക്ക് പോലും അതില്ല എന്നുള്ളതാണ്. നിലവിലുള്ള 7,000 രൂപ ഇതിൽ പരിശോധിച്ചാലറിയാം. 6,300 രൂപ അങ്ങനെയുള്ള പല കണക്കുകളാണ് വെച്ചാൽ ഓണററി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കള്ളം പറഞ്ഞിട്ട് വീണ്ടും ഒന്നും പറയാതെ ഇതിനകത്ത് ഒരു നീക്കം ഇല്ലാതിരിക്കുകയാണ്. ശക്തമായി സമരമായിട്ട് മുമ്പോട്ട് പോകും തീർച്ചയായിട്ടും. മറ്റന്നാൾ കേസ് ചേച്ചിക്ക് ഉൾപ്പെടെ ഈ പോലീസ് നോട്ടീസ് നൽകിയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കേസിനെങ്ങനെ നിയമപരമായിട്ട് അങ്ങ് നേരിടും?
കേസിനെ നിയമപരമായിട്ട് നേരിടും. കാരണം എന്താണ് ഇവിടെ ഞങ്ങളിവിടെ ചെയ്തത്? ഞങ്ങൾ വനിതകൾ ഇവിടെ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, പാട്ട് പാടുന്നു, വിഷയങ്ങൾ അവതരിപ്പിക്കുന്നു, ധാരാളം ആളുകൾ പിന്തുണന്നു. ഇവിടെ കലാപ ആഹ്വാനം നടത്തി എന്നുള്ളതാണ് ഒരു വകുപ്പ്. എന്ത് കലാപമാണ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്? പക്ഷേ നമ്മൾ മറ്റു പല സമരങ്ങളും കലാപം നടത്തി സമരങ്ങൾ കണ്ടു, ഒരു നടപടിയില്ല. ഈ വനിതകൾക്കെതിരെ കലാപാഹ്വാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമാണ് ഈ സമരത്തെ പൊളിക്കാനാണ്. പക്ഷേ അത് ആശാവർക്കർമാർക്ക് പെട്ടെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടെ എടുത്തെന്ന് അറിഞ്ഞതോടുകൂടി മറ്റ് കാസർഗോഡ് വടക്കൻ ജില്ലകളിൽ നിന്ന് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം നിന്ന് ആളുകൾ 20-ാം തീയതി വരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും അവരതാണ് പറയുന്നത്, സർക്കാർ കേസെടുത്ത് ഉൾപ്പെടെ ഈ സമരത്തെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ്. അതിന് അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. നിയമപരമായി തന്നെ അത്തരം കാര്യങ്ങളെ നേരിടും. അവർ ശക്തമായി സുസംഘടിതമായി നിൽക്കാനുള്ള തീരുമാനത്തിലാണ്. നമുക്കറിയാം പ്രഭിത, ഈ സമരം തികച്ചും ന്യായമാണ്. കാരണം നമ്മളെല്ലാം തന്നെ കോവിഡ് കാലത്ത് വീട്ടിലിരുന്നപ്പോൾ അംഗനവാടികളിൽ നിന്നും മറ്റുമെല്ലാം നമ്മുടെ വിവരശേഖരണം നടത്തി പഞ്ചായത്തിൽ ഉൾപ്പെടെ നൽകിയത് ഈ അമ്മമാരും സഹോദരിമാരൊക്കെ തന്നെയാണ്. ആരോഗ്യ മേഖലയിലെ പല ഡാറ്റകളും പല വിവരങ്ങളും ഇവരുടെ കൈകളിലൂടെയാണ് സർക്കാരിലേക്ക് എത്തിയിട്ട് ആ മനുഷ്യരാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേവലം ഓണറേറിയത്തിന് വേണ്ടി, അതും വലിയ ഒന്നുമില്ല, ഒരു ദിവസം ഇവർക്ക് 250 രൂപയുടെ താഴെ തുക മാത്രമാണ് കിട്ടുന്നത്. ഈ ഓണറേറിയമായി ആകെ കിട്ടുന്നത് 10,000-ൽ താഴെ രൂപ, 8,000-ന് അടുത്തൊക്കെ രൂപ മാത്രമാണ്. ഒപ്പം തന്നെ മറ്റ് സ്ഥിര ജോലി എന്നൊരു കാര്യം ഇവർക്കില്ല. താൽക്കാലിക ജീവനക്കാരാണ് ഇവർ. അങ്ങനെ പാവപ്പെട്ട സ്ത്രീകളാണ്, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ ഈ സർക്കാർ കാണാതിരിക്കുമ്പോൾ ഈ ഇടത് സർക്കാർ എന്ത് ഇതാണ് കൊടുക്കുന്നത് എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. എന്തായാലും ന്യായമായ ഒരു സമരമാണ്. സർക്കാർ ഈ സമരത്തിൽ ഒരു പരിഹാരം കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെടുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഈ സമരക്കാർക്കുണ്ട്. AV ജയശങ്കറാണ് അവിടെ നിന്ന് പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. അവർ വലിയ പ്രതിഷേധത്തിലാണ്. ഇത്രയും ദിവസങ്ങളായിട്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ഒപ്പം തന്നെ അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അവർ ഇനി വ്യാഴാഴ്ച 20-ാം തീയതി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം, അത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആശാ വർക്കേഴ്സ് അവിടെ എത്തും. പ്രതിഷേധിച്ച് അന്നത്തെ ദിവസം ഒരു പരിഹാരമായില്ലെങ്കിൽ അവരെല്ലാവരും അവിടെ തുടരും. അങ്ങനെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ആ കേസെടുക്കാൻ കാണിച്ച ആ വേഗം, ആ ഇൻട്രസ്റ്റ്, അത് ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ കൂടി കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇതിലിപ്പം ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം, കോവിഡ് കാലത്ത് ഉൾപ്പെടെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ്. ലൈറ്റർ നോട്ട് വേറൊരു കാര്യം കൂടി പറയാം. കോവിഡ് കാലത്ത് നമ്മളും സമാനമായ രീതിയിൽ ജോലിയിൽ തന്നെയായിരുന്നു. ജോലിയിൽ തന്നെയായിരുന്നു. അതെ. അപ്പം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ആവശ്യം എന്താണെങ്കിലും സർക്കാർ ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മളും ആവശ്യപ്പെടുന്നത്.